നമസ്കാരം. ഇന്നിത് മാറ്റിയിരിക്കും. കാരണം ഇതാദ്യം നമ്മൾ അയച്ചിട്ടു, പക്ഷേ അതങ്ങനെ അയച്ചിടാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കത് മാറ്റാം. പക്ഷേ ഇത് ബാറ്ററി ഇടാണ്ട് ഇട്ടിട്ട് രാവിലെ ഞാൻ ജിമ്മ പോകാൻ എണീക്കുമ്പില്ലേ ഒന്ന് വിടുന്നതായിരിക്കും, അപ്പുറത്ത് എൻ്റെ അലാറം അത് ദേഷ്യം വരുന്നത്. ഇപ്പം എനിക്ക് അത് ശരിക്കും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനിത് മാറ്റിയിരിക്കും. ഇന്ന് എല്ലാവരെയും പിന്നെ ഫ്രസ്ട്രേഷൻ എന്റെ താഴെ കമന്റ് ഇട്ടത് കി ഫാൻസ് ബ്രോ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതന്നെ ഇങ്ങനെ തന്നെ. എന്റെ കയ്യിൽ നിന്ന് ചോര എന്നിട്ട് ഒന്നുമില്ല, അവിടെ കുരു പിടിച്ചു ചെയ്യും. എടി ഇത് പൊട്ടനാ. ആദ്യം ഇപ്പൊ അത് പറഞ്ഞ് ആൾക്കാര് പറഞ്ഞു ഇത് കേൾക്കാൻ കൂടുതൽ തുടങ്ങി. ഞാനിത് കേൾക്കുന്നേ ഉണ്ടായില്ല, പണ്ടൊന്നും കേൾക്കലുണ്ടായില്ല. കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കലേ ഉണ്ടായില്ല. നമുക്ക് പേടിയില്ലാത്തോണ്ട് നമ്മക്കെല്ലാ പേടിയില്ലാത്തോണ്ട് പിന്നെ വിഷയമില്ല. അതാ എല്ലാം ചത്തിട്ടെല്ലാം മതി. അടിക്കല്ലേ. സമാധാനം. ഓം ശാന്തി. ഇത് ടെസ്റ്റ് ചെയ്ത് അടിക്കല്ലേ? വേണ്ട, എന്തിനാ പറഞ്ഞത്? വീട് മൊത്തം ഒന്നുമില്ല, ടെസ്റ്റ് ചെയ്യാം. ഗൈസ്, ഈ ഒച്ച പോകുമ്പോ തിരിച്ചു തരാം. നിങ്ങൾക്ക് അനോയിങ് ആയിക്കും. ഗൈസ് പോയി. എടാ എന്റെ മുടി വെട്ടിയതിന് എത്ര ആൾക്കാരാ ഫാൻസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നല്ല ഞാൻ സത്യം പറഞ്ഞല്ലേ, ഇത് ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചു. കുറച്ച് കയറി പോയെന്ന് ഡൗട്ട് ഇല്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മോ, ഇത് ഇന്നത്തേനോട് കൂടി ഇത് ഞാൻ തീർത്തു. ഗൈസ്, ഇന്ന് നമ്മള് ഫുട്ബോൾ കളിക്കും അല്ലേ? ഇന്ന് കുറെ ആൾക്കാരുണ്ട്. പൂളല്ലേ ഇന്ന് കുറെ ആളുണ്ട്. ഇന്ന് നമുക്ക് ഫുട്ബോൾ ആവാം. ടെസ്റ്റ് ചെയ്യല്ലേ? ഇല്ല മതി. ഓക്കെ, ഹാപ്പി. അതെ, നിന്റെ റൂമിലോ? എന്റെ റൂമിലൊന്ന് അടിച്ചു. അതല്ല, ഇതാണ് എന്റെ റൂമിൽ. ഇതോ? അതിൽ ബാറ്ററി ഇല്ല. അത് മാറ്റണ്ടേ? അടിക്കരുത്. കാല് പോയി. ഇന്നെങ്ങാണോ ഇപ്പൊ ശരിയാക്കി. ഹാപ്പി. ഓക്കെ, അത് പോയി. അതേതാ? എന്റെ റൂമിന്റെ പ്രത്യേകത കണ്ടോ? ഹേ ഗൂഗിൾ, ടേൺ ലൈറ്റ്സ് റെഡ്. തീയല്ലേ അത്? ഹേ ഗൂഗിൾ, ടേൺ ലൈറ്റ്സ് യെല്ലോ. പച്ചല്ലേ? അല്ല, യെല്ലോ തന്നെ. ഹേ ഗൂഗിൾ, ടേൺ ലൈറ്റ് വൈറ്റ്. ഭയങ്കര ബ്രൈറ്റ് അല്ലേ? ഇത് സിനിമാറ്റിക്കലോട്ടെ, ഞാൻ എടുക്കുന്നത് മാറ്റട്ടെ. ഓ, ആ റൂമിൽ അടിക്കുന്നില്ല. പക്ഷെ പിന്നെ ഇത് അടിക്കുന്നത് ഈടുന്നൊന്ന് കൊടുക്ക്. ഈട് മാറ്റിയാ? നിന്റെ റൂമിൽ മാറ്റി, അതിന്റെ ഉള്ളിൽ മാറ്റി, ഇത് മാറ്റി, അത് മാറ്റി. എന്റെ റൂമിൽ വേറെ ഏതാ അടിക്കുന്നത്? എന്റെ റൂമിൽ അതില് വെച്ചിട്ടില്ലല്ലോ സാധനം. അന്നേരം അടിക്കും. ഇത് താഴെയാണോ? മെസ്സി എഡിറ്റ് കൊണ്ടുപോവാ. മാറ്റിയിട്ടൊന്നും നിൽക്കുന്നില്ല അല്ലേ? ഗൈസ്, എല്ലാ ബാറ്ററിയും മാറ്റി. മുകളിൽ ഇനി വേറെ സാധനമില്ല. എൻ്റെ റൂമിൽ ഒന്നുണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. അത് ഞാൻ പണ്ടേ കളഞ്ഞ. പക്ഷെ ഇപ്പോൾ അടിക്കുന്നു കണ്ടേ. എനക്കൊന്നും താഴെന്നാന്ന് തോന്നുക. ഭയങ്കര ഒച്ചല്ലേ? അടി ഞാൻ അടിക്കാം.
1 2 3 4 5 പിന്നെ പഠിക്കും. പക്ഷെ വേറൊരു കാര്യം, വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മളെ തായ ഇപ്പം മുകളിൽ അടിക്കും ചിലപ്പോൾ. നമുക്ക് വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ പ്രോഗ്രാം സെറ്റായി. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ സെറ്റായി. സ്ട്രക്ചർ മൊത്തം കംപ്ലീറ്റ് ആയി. ഓരോ ദിവസത്തിൻ്റെയും പറയാനുള്ള ടോപ്പിക്ക് മൊത്തം എഴുതി വെച്ച് അത് ഫുള്ള് ക്ലിയർ ആക്കി വെച്ച് എല്ലാം സെറ്റായി. ഇനി അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യണം. ആ ഒരു പണിയും കൂടി ഉള്ളൂ. ഉടനെ വരുന്നതായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നത്, ബ്രോ എപ്പാണ് ഇതാക്കുന്നത്, നമുക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ല, ഇതൊന്ന് റെഡിയാക്കണം എല്ലാം വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ആക്കാൻ ശ്രമിക്കാം. ഞാനെന്താ ഈ അറിയാം, ജോലിക്ക് പോയിട്ട് കുറച്ച് രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടില്ലേ, ട്രക്കിലായിരിക്കും. ട്രക്കിൽ നിന്ന് ഞാനിങ്ങനെ ഓരോന്ന് റിസർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് എനിക്ക് അയച്ചു തരും. ഇവിടെ ഇടുന്ന പ്രസന്റേഷൻ ആക്കും. ഇതാണ് വർക്കിന്റെ ഇടയിൽ വർക്ക്. അതാണ് വർക്ക് സ്ക്വയർ. നമുക്ക് ആ ചെക്ക പിള്ളേർ കൂട്ടിട്ടാ, നീ പോയി കൂട്ടിയിട്ട് ഞാൻ വരണോ? ഞാൻ പോണോ? നീ എന്നാ പോയിട്ട് പിള്ളേർ കൂട്ടിയിട്ട് വാ. അപ്പൊ ഞാൻ റെഡി ആയി നിൽക്കാം. എന്റെ നമുക്ക് അജോന്റെ അടുത്ത് പോകുന്നു, കളിക്കാൻ പോകുന്നു. വേഗം, പക്ഷെ പോയി വേഗം വരണം. 5 മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റാ. ശരി, ഞാൻ പറക്കൂലേ. ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താ ബോക്സിങ്ങിന് പോകാത്തത്. കാരണം ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ബോക്സിംഗ് ആണ് പക്ഷെ ഇന്ന് ബോക്സിംഗ് ഇല്ല ഗൈസ്. നമ്മൾ കോച്ച് മെസ്സേജ് അയച്ചു, നോ ബോക്സിംഗ് ടുഡേ. അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് ഫുട്ബോൾ കളിക്കാൻ കുറച്ച് നേരത്തെ പോകുന്നത് കേട്ടോ. റിയലി ഉടനെ പോയിട്ട് പിള്ളേരെ കൂട്ടിട്ടാ. പിള്ളേരെ നിങ്ങൾ അറിയാലോ, ഇവർക്കറിയില്ലേ പിള്ളേരാ? എനിക്കറിയാം. അന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ വന്ന് കുളിച്ചാൽ നമ്മളപ്പുറം അവരവിടെ റെഡി. അവർക്ക് അവിടെ ഒറ്റക്ക് ആരും ഇല്ലല്ലോ. അപ്പം അവിടുന്ന് കുറച്ച് പോകാനുണ്ട്. പോയി കൂട്ടിയിട്ട് അവൻ വരും. അപ്പോഴേക്കും ഞാൻ റെഡി ആവും. ഓക്കെ. നമ്മൾ ഈ ബിസിനസ്സിലെല്ലാം ഓട്ടോമേഷൻ ചെയ്യുമല്ലോ, അതായത് മനുഷ്യന്മാരില്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. അജയന്റെ സിസ്റ്റം ഇത്. ഒന്ന് വേഗം വരുമോ? ഇത്ര നേരായി. ഇന്ന് പുതിയ 2 പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്രാവശ്യം ട്രൗസറല്ലേ ഇവിടെ പിള്ളേരുണ്ട്. നീ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇവിടെ എത്താം. ഇവൻ പക്ക ബാസ്കറ്റ്ബോളെല്ലാം കളിക്കാൻ പോകുന്നല്ലേ? ഇഷ്ടപ്പെട്ട എന്റെ നീ എപ്പ മുടി കിട്ടിയ? ഞാനും നീയും മുടി കിട്ടിയ? എല്ലാരും വീഡിയോയില് A4 ആക്ടിങ് ഇടാൻ മറന്നുപോയില്ലേ? നിങ്ങൾക്ക് അത് ഇട്ടൂടാ. അതെനിക്കറിയാം. പക്ഷെ ഒരു സംഭവം എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവില്ല, പുതിയതായിട്ട് വന്നവരാണെങ്കിൽ. A4 ആക്ടിങ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ വ്ളോഗിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന A4 ആക്ടിങ്. ഇവന്റെ പേരാണ് A4 ആക്ടിങ് കേട്ടാ. പിന്നെ കുറെ ആൾക്കാർ മുഞ്ഞാഞ്ഞു മെസ്സി ചെയ്യുന്നുണ്ട് പറയുന്നുണ്ടേ. 25 വയസ്സായി. അടുത്ത മാസം. അപ്പൊ അവര് പറയും 24 ഏത് കൊല്ലം ഗാന്ധിജിയുടെ കൂടെ ഫോട്ടോയിൽ കണ്ട അങ്ങനെ പറയും. പക്ഷെ എനിക്ക് 24 ആയിട്ടില്ലേ? എനിക്ക് ഓഗസ്റ്റ് 8, അതായത് അടുത്ത ആഴ്ച 25 ആവും. എന്താ അയ്യോ ട്രാഫിക് ആയിന്നാ. ഇന്ന് കൊറേ ആളുണ്ടല്ലോ കളിക്കാൻ. അജേട്ടാ പുതിയ ഷൂവാ? നിങ്ങൾ ഇത് ഇട്ടിട്ട് വന്ന്? ഞാനിങ്ങനെ ചെരുപ്പ് കളിച്ചു. എടാ പ്രണവോ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല ഷൂസ്? ഞാൻ ചെരുപ്പ് ഞാൻ നാട്ടിൽ നിന്ന് അതിലാ കളിക്കല്. കോൺക്രീറ്റിലാ നാട്ടിൽ കളിക്കാം. എടാ നിന്റെ വീട്ടിലേക്കോ അല്ലേ? വീട്ടില് കൊറേ ഉണ്ട്. ഇന്ന് ഞാനുണ്ട്, അത് പോരടാ. ഞാൻ ഒറ്റ ഒരാള്. ഇവര് ഒറ്റ ആളല്ലോ കേട്ടോ. ചറവറ കോള് എന്ന് വെച്ചാല് കണ്ണെല്ലാം അടിച്ചിട്ട് ഇങ്ങനെ അടിക്കും ഞാൻ. പേരിനടാ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചത് ഇതുപോലെ അതേത് കരച്ചില്ല? മറ്റേ മമ്മൂട്ടിന്റെ കരച്ചില്ല. എന്റെ പൊന്ന് അതെല്ലാം കാണിച്ചുതരാം. എടാ ഒന്നും ലാലേട്ടൻ വരുന്നില്ലേ? കാണാൻ പോട്ടെ നമുക്ക്? ലാലേട്ടനെ കാണാനാ? കാണണ്ടേ? ലാലേട്ടൻ കണ്ട എനിക്ക്? ലാലേട്ടനെ ഇപ്പൊ കണ്ട വിഷയമല്ല അത്. എനിക്കിപ്പം ഒരു ഫോട്ടോ ഒക്കെ എന്റെ മോനെ ഇങ്ങനെ വാ അതൊക്കെ ഇങ്ങനെ അല്ലല്ലേ
ഗാനഭൂഷണം നെയ്യാറ്റ് ഗോപ ഇതുപോലെ ശ്രീയാക്കാരാണ് കളി കേട്ടിട്ട് ഓടി മാറ്റി കാണുന്നില്ല. ഒറ്റയ്ക്ക് കളിച്ചിട്ട് അത് ഇത്രയും ഡെഡിക്കേഷൻ ഇല്ലാതെ എടുത്ത് കാണിച്ചല്ലേ. അജയ് ഒറ്റ ബുദ്ധിയാ. ഒന്ന് തോന്നിക്കഴിഞ്ഞല്ലേ സെർച്ചിങ് തുടങ്ങും. ഒറ്റ മൈൻഡ് അല്ല, ഒറ്റ ബുദ്ധി. എന്നുവെച്ചാ ഓൻ അന്നേരം എന്നാ തോന്നുക അത് ചെയ്യണം. പുതിയ ബോൾ എന്താ എടാ ബോൾ ബാ സ്കിൽസ് കാണിക്കിനി. എടാ ഞാൻ പണ്ട് ചെയ്ത സംഭവം ചെയ്യാൻ നോക്കാം, ഒരു ശ്രമിക്കേ. പക്ഷെ എനിക്ക് ഇതും കൂടെ പറ്റിയ എനിക്കുള്ള അറ്റാക്ക് മോഡ്. അളിയാ Make it until fake it until until you make it. fake it until അതന്നെ Fake it till you make it. fake it till you make it. അന്നത് ഇത് ഞാൻ ചെയ്യും. ചെയ്തു. കൊത്തരാജ ആ ഒരു ഫ്ലോയില് വരണല്ലേ. നിന്റെ വീടിന്റെ ആ ഭാഗത്തായിട്ടാണ് അത് നിങ്ങൾ ഇങ്ങോട്ട് കുറെ പോന്നാ? ആണോ? ആ ജിമ്മിന്റെ ഒക്കെ അടുത്തായിട്ടാണോ? നീ അല്ലേ ജിമ്മിൽ പോണ? ഇവനെ ജിമ്മിൽ പോണല്ലേ? എന്നാലും മുടി പറിച്ച ആടെ എങ്ങനെയാ കാണാൻ? ഇങ്ങോട്ട് പറയൂ. ചൈനീസ് ആണോ? മെക്സിക്കൻ അമ്മച്ചിയാണോ അപ്പൂപ്പനാണോ? സ്വന്തമായിട്ട് കിട്ടിയല്ലേ ഇതോ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആണോ? അല്ലല്ലേ, ചെറുക്കനെ പോലീസ് സ്റ്റേഷൻ മനസ്സിലാവുന്നില്ല. ഇവിടെ മാള് പോലെ ഉള്ളിലുണ്ട്. ഒരു പാട്ട് പാടുവോ? അല്ല പിന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഒന്നുമില്ല, ആൾക്കാർക്ക് ചിരിക്കാം, പക്ഷെ ഞാൻ ചെയ്യും. ചിരിക്കും, ബാക്കിയുള്ള ചിരിക്കത്തൊന്നുമില്ല. രാവിലെ ചേർന്ന് നോക്കണം ലെവല് വേണം. ശ്രീ ഓൻ പ്ലെയർ അല്ലടാ, നമ്മളങ്ങനെ അല്ലല്ലോ. എടാ പറ്റൂടാ, ചെയ്. ചെയ്യാൻ വന്നത് മറന്നുപോയി. അജയ് പറഞ്ഞു കൊടുക്കും. ഇത് പിടിച്ച എടാ ഈ ചെയ്യാൻ പറ്റുമോ? എന്താ നീ ഡ്രാപ്പ് ചെയ്യാനാ? അതല്ലേ സംഭവം, അതന്നെ സംഭവം തന്നെ. ഇനി വേറെ ആ അതാണ് റൊണാൾഡീനെ ശരിക്കും എടുത്താന്നല്ല ഇത്. എന്റെ എടുത്ത് ഓൾമോസ്റ്റ് വിടാല്ല നമുക്ക്. പക്ഷെ കംപ്ലീഷൻ വേണ്ടേ? അത് കംപ്ലീറ്റ് ചെയ്യണ്ട. ഞാൻ അത് അവിടുന്ന് ചെയ്താൽ മതി. നമ്മള് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തില്ല. സൂര്യൻ ഉദിച്ചു വരും. ഷൂസ് വേണ്ട. യോ അവരാ ടീമേ. ബ്രോ ഇവര് വേറെ ടീം ക്രോക്സ്. അപ്പൊ മൂന്ന് ടീമാ. ഓ അല്ല ശരിക്കും ആൾക്കാരുണ്ടല്ലേ? എത്ര 4 കളിക്കാം അല്ലേ പറഞ്ഞു. ഇല്ലടാ 9 പേരില്ല. നിക്കാണേ. എടാ 9 പേരില്ല. 9. ഓ അജയ് ഇപ്പൊ എന്താണ്ടേ? പോവാ
പോയി നോക്കാം. നടുക്കന്നെ സ്റ്റുഡന്റ് ഡ്രൈവർ പ്ലീസ് ബി പേഷ്യന്റ്. ബേട്ടാനത്തെ മെയിൻ ആണ്. ഇതെന്താ മുഖത്ത് ഗ്ലിറ്റർ? അതെ പണിയായിരുന്നു. എന്ത് പണി ഗ്ലിറ്ററും വെച്ചിട്ടുണ്ട്. നേരത്തെ ഋഷുദേവനെ കണ്ടായിരുന്നു വീട്ടിലോട്ട് വരുന്ന. ചോദ്യചിഹ്നം പ്രേക്ഷകരോടല്ലേ ചോദ്യം, ഇവന്റെ ഫേസിൽ എങ്ങനെ കയ്യിലുണ്ടോ? കമോൺ ഇൻ ദ ഫീൽഡ്. ഗേൾഫ്രണ്ട് ചാറ്റ് ചെയ്യണം. ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഇല്ലേ? ഋഷോണന്റെ ലേറ്റസ്റ്റ് സ്പൂക്കി അടിച്ചിട്ടില്ല. ഇല്ല മറ്റേ കമന്റ് ഇട്ടായിരുന്നല്ലോ അതില്. ഇവിടൊക്കെ വന്ന സ്ട്രിക്റ്റ് ആണ് ഞാൻ ടൈമില്. സോറി ഗ്രൂപ്പിൽ തണ്ടും കേട്ടാ ആൾക്കാരവിടെ ഗ്രൂപ്പിൽ തണ്ടു ടാഗായിട്ട് വോയിസ് വിടും. ഇന്ന് സ്ട്രിക്റ്റ് ആവാം. അവസാനമായിട്ട് കളിക്കൂല ഋഷോണി കളിക്കും. ഇതിന്റെ കാക്കനെ കോടിച്ചു വിടുന്ന പോലെ. അയ്യോ അത് പോയി ചീറ്റി പോയി. നമുക്ക് കളിക്കാം. ഓവർലോഡഡ്. അതെ മറ്റേ റിബണൊക്കെ കയറ്റി നിങ്ങള് ഋഷോണി സമയത്ത് വന്നോണ്ട് ഗേറ്റ് എന്റെ ടീമല്ലല്ലോ കേട്ടോ ഇന്ന് ലേറ്റ് ആയി 15 സെക്കൻഡ്. ജോമ ടീമായിരുന്നു. നാളെ ജോമ അറിയാണ്ട്. നിങ്ങൾ കാണുന്ന ശ്രീരാഗ് അല്ല ശ്രീരാഗ് അല്ലേ? ഗെയിം തുടങ്ങിക്കഴിഞ്ഞാ വേറെ ശ്രീരാഗിന് പഴയ ഒരു മുഖമുണ്ട് അല്ലേ ചേട്ടാ? കണ്ടോ എന്റെ മുഖം കരിഞ്ഞിട്ടില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞ? അതെ റേസസ് അല്ലേ നടന്നത്? ഇപ്പം കരിഞ്ഞിട്ടല്ലേ? അപ്പൊ എടാ നിങ്ങളെ കാല് സൂക്ഷിച്ചോണം. ഞാനും അജുവേട്ടൻ എപ്പം ടീമാ. നമ്മള് സെപ്പറേറ്റ് ആവൂല. അജയേട്ടനും എന്റെ ടീമാ. അജയേട്ടൻ നമ്മള് അജുവേട്ടൻ ജയിക്കൂല. നമ്മള് അതെ എല്ലാ പ്രാവശ്യം ജയിക്കണോണ്ട് പിന്നെ ജയിച്ചു മടുത്ത്. പേടിയണ്ട ഒരു എപ്പോഴും തോക്കണല്ലേ. കഴിഞ്ഞ നമ്മുടെ സ്ലോഗൻ എന്താണെന്നറിയോ? ഒരു കളി നമ്മക്കുണ്ടാ പേടി. പേടിയില്ല പക്ഷെ തോക്കും. അതെ അതാ പറഞ്ഞത്. സ്ലോഗനായിട്ട് കാര്യമില്ല. എടാ ഇവര് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളെ തളർത്താൻ നോക്കും. നമുക്ക് ഇത്തവണ അജയേട്ടാ സ്ട്രെച്ച് അടിച്ചു അല്ലെങ്കിൽ മസിൽ കയറും. ഓ ഓ പൂക്കി പൂക്കി എന്നാടാ ഇത്? 1 2 3 3.5 നിങ്ങളുടെ ടീം, പിന്നെ 1 2 3 4 നമ്മുടെ ടീം. അതൊക്കെ എളുപ്പാണ് ബ്രോ. ഇവൻ നമ്മുടെ ടീമാ. ഇവൻ ഒരു റൊണാൾഡോ ഉണ്ട് കേട്ടോ. അതെല്ലാം പറഞ്ഞേ. അയ്യോ അജയേട്ടൻ എന്റെ ഫോൺ പൊട്ടിക്കാൻ നോക്കി. That guy right there. അടി
എടാ ഇവൻ എടാ ഇവൻ ചളിയനല്ലേ? ഇങ്ങനെ പേടിക്കല. ഏതാ പാസ് അല്ലേ? ഇട്ടോ എന്നാ അത് ആടാ പോയി ഇപ്പൊ ഒരു ഗോൾ അടിച്ചിട്ട് വരാം. ഗോൾ അടിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലേ? ഗോൾ അടിച്ചു. ഇപ്പം 1-1 ചോട്ടാ. ഇനി കളി പിടിയാണേ. യെസ് ഗുഡ്. ഇട്ടോ അവിടെ അജയ്സ് ഫസ്റ്റ് ഗോൾ വിത്ത് ന്യൂ ഷൂ. ഇപ്പൊ 2-1 പിടിക്കണം. ബാ. ഓ സിനിമ 2-1 എന്നാണ് എല്ലാരും പറയുന്നത്. കറക്റ്റ് അല്ലേ? എന്താണ് ഇവിടെ ഒരു സ്റ്റിക്ക് കുത്തിട്ടെ ക്യാമറ വെച്ചോ. എപ്പോഴും ബോൾ അവിടെ ഇപ്പൊ വീഡിയോ അടുത്ത് കളി ഇപ്പൊ കഴിയും. ഗോളെല്ലാം കയറി. ഇപ്പൊ 2-1 കളി ജയിച്ചിട്ടൊന്നുമില്ല. 5-ലല്ലേ കളി. നമ്മള് 4-0 ജയിച്ചിട്ടുണ്ട്. ചേമ്പ് കഴിച്ചു അതിന്റെ ചോദിച്ചിട്ടുണ്ടോ? അല്ലല്ല ഫുൾ പൊട്ടൻഷ്യൽ കേട്ടാ. സ്കോർ പറഞ്ഞു കൊടുക്കേ. 3-1 നമ്മള് തോക്കുകയാണ്. ഇല്ല ആയിട്ടില്ല. അല്ല ഇപ്പൊ നമ്മള് തോക്കുകയാണ് കറന്റ്ലി. അതിന് മുന്നേ ഗോൾ മതിയാക്കൂല. അടിക്കോ? നമ്മളെ പുതിയ പ്ലെയർ വന്നിട്ടുണ്ട്. മെസ്സി അല്ലേ നിങ്ങള് തിരിഞ്ഞ? മെസ്സി ഉണ്ട് ഇടാ. മെസ്സി കുറച്ച് പഴകിയതാന്ന് തോന്നല്ലേ? എന്നാ നിങ്ങള് ഞാൻ കുറച്ചു നേരം വീഡിയോഗ്രാഫർ ആവാം. നിങ്ങൾ കളിച്ചോ. വൈബ്സ് ഓൺ ടേൺ. കിട്ടി. എടുത്തില്ല. ഓ നൈസ് പാസ്. ഓ പോയി അത്. അതാ ഓ 4-1 ക്ഷീണായ. നമ്മളെ ഫുട്ബോൾ മാച്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കളി പൂർത്തിയാക്കില്ല. 1-1 അല്ലേ? 1-1 നിങ്ങൾക്ക് 2 ഓക്കെ. പിന്നെ ഇവര് പോളിക്കളി കേട്ടോ. ഒന്നും ഒരു രക്ഷയില്ല. ഡിസ്ട്രോയ് ചെയ്ത് സത്യം കിട്ടില്ല. ബുദ്ധിമുട്ടാ. അതന്നെ ബുദ്ധിമുട്ടാണ്. പിള്ളേരാരെങ്കിലും കാണണം. ഈ ചെറുക്കന്റെ മെഗ് ഒരു സാധനം ഉണ്ട്. അത് കാണണം. അത് റീലാക്കി എഡിറ്റാക്കി ഇടും. അത് കിട്ടൂല. അത്രയും കിട്ടൂല. കുറച്ച് ദൂരായിരുന്നു. എടാ ഇവര് നല്ല കളി കേട്ടോ. അടിപൊളിയാ. നീ ഒരു ഗോൾ അടിച്ചില്ലേ? ഫസ്റ്റ് ഗോൾ അവൻ അടിച്ച്. ചെറുക്ക പോളി. തനുസേനൊക്കെ എത്ര വർഷം എടുത്ത് ഗോൾ അടിക്കാൻ അല്ലേ? താനിസ് ബ്രോ 8 മാസ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതെ പെട്ടെന്ന് ഇങ്ങനെ നല്ല ഇപ്പൊ അടിച്ചിട്ടല്ലേ? ഹെവി സാധനം അടിക്കും. ചാൻസ് കിട്ടുമ്പോ ഒരു വിറക്കും. അബാനും അമ്പാനും അലയും. അമ്പാനെ എന്താ ഓ കഷ്ടപ്പെട്ട് അധ്വാനം കാണിക്കുന്നത്. എന്ത് നമ്മളാരും ഇറക്കാത്ത പോലെ
ചേമ്പ് വെച്ച് വിഷയല്ലേ ചേമ്പ് വെച്ചിട്ട് സൈഡായി ഞാൻ. ക്യാമറ കാണിക്കും ഇന്ന് ബോക്സിംഗ് ഇല്ലാത്തോണ്ടാ, ബോക്സിംഗ് കൂടി ഉണ്ടായിരുന്ന പൊളിച്ചാണ്. ഗ്യാസ് 2 കിട്ടിയ സിലിണ്ടർ. പൊട്ടിയാണ് ഒന്നും മിണ്ടാൻ പറ്റില്ല നമ്മള്. പക്ഷെ ജയിച്ചതാരാണ്? നമ്മള് രണ്ട് അജയ് കൊടേ ഒറ്റ പേര് നമ്മളെ ടീം ജയിച്ചു. ഒറ്റ പേര് അശ്വിനല്ലേ? എന്നായിക്കോട്ടെ മച്ചാനെ. അശ്വിനായിട്ട് കാണും തോന്നില്ല വ്ളോഗിൽ. ലോങ് കാണില്ല, കൂട്ടുകാരനാ. വ്ളോഗ് ഒന്നും കാണാറില്ല. അയ്യോ, പിന്നെന്താ അവസ്ഥ? പിരിഞ്ഞൂടെ? പിരിഞ്ഞൂടെ? ഒരു പീസ് ഇട്ടെ. നാളെ കാണാല്ലേ? ഒന്നും പറയണ്ട, ആർക്കും ഒന്നും പറയണ്ട. പൂളല്ല നാളെ. എല്ലാരും പറയുന്നത് എന്താ പറയാ വിഷയം? നമ്മളെ മുടിയുടെ കാര്യത്തിലൊരു തീരുമാനവും ഈ പൂളിൽ കുളിച്ചു കഴിഞ്ഞാൽ. എടാ അതേ കാര്യം, അങ്ങനെ ഇറങ്ങട്ടെ. ഇതാകുമ്പോ നമുക്ക് 9 മണിയാകുമ്പോ 9 മണിയും കഴിഞ്ഞ് കളിക്കാം. ആഴ്ചയിൽ ഒരിക്കലാക്കാം. മുടി തിന്നായി പോകുന്ന പറയുന്നത് ഒന്നാമത് തിന്നാം. നമ്മൾ ചിന്തിക്കുന്നവരിപ്പോ കാണുന്നുണ്ട്. എല്ലാരും അത് വിഷയമാണ്. നമുക്ക് പോയിട്ട് കവർ വാങ്ങണം. എടാ അതിന് പേടിയുണ്ടോ നിനക്ക്? ഇങ്ങനെ കാണിക്ക്. എടാ എന്റെ കാണുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി. എന്നെ നരച്ച മതിയുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവൻ എല്ലാ ദിവസവും സോപ്പ് വരെ ഉപയോഗിക്കും തലക്ക്. എന്നിട്ട് ഒരു ഞാൻ ഇന്നലെ തെച്ചു. ഞാനൊന്ന് ദൈവമേ, സീനില്ലാട്ടാ നിന്റെ. നീ പ്രായമായി. ആവശ്യമില്ലാത്ത സാമാനം എടുത്ത് മാറ്റി പരത്തലും കേട്ടോ. ക്രീമും ഇതൊക്കെ ഇല്ലെന്ന്. എന്നാ പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഈ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നാളെ കാണാൻ മതി. ഓക്കെ, കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, 3.vc. ഫോളോ ആക്കി. ഓക്കെ, ഞങ്ങളുടെ ഫോളോ ആക്കി കേട്ടോ.